ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ബൈബിൾ ക്രൗൺ പ്രതിദിന പ്രശ്നോത്തരിയിലേക്ക് എല്ലാ പ്രേക്ഷകരെയും കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യും. ഇന്നലത്തെ ചോദ്യം, ജനങ്ങളുടെ അവിശ്വാസ നിമിത്തം യേശു വളരെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാതിരുന്ന പട്ടണം ഏത്? ഉത്തരം നസറത്ത്. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 58-ാം വാക്യം. എന്തുകൊണ്ടാണ് യേശുവിന് അവിടെ അധികം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ കഴിയാതിരുന്നത് എന്ന് മത്തായി ശ്ലീഹ വിശദീകരിക്കുന്നുണ്ട്. ഒരു പ്രവാചകനെയും തൻ്റെ സ്വന്തം പട്ടണം ആദരിക്കുന്നില്ല എന്ന് കർത്താവ് പിന്നീട് പറയുന്നുമുണ്ട്. കാരണം ഇവൻ തച്ചനായ യോസഫിൻ്റെ മകനല്ലയോ, ഇവൻ്റെ സഹോദരന്മാരെ നമുക്കറിയാം, സഹോദരിമാരെ നമുക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ട് നസറേത്തുകാർ യേശുവിനെ തിരസ്കരിക്കുകയാണ് ചെയ്തത്. യേശുവിൽ വിശ്വസിക്കാതെ യേശുവിൽ നിന്ന് മഹത്തായ അത്ഭുതങ്ങൾ അനുഭവിക്കുവാൻ കഴിയുകയില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് യേശു നസറേത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാതിരുന്നത്. നമ്മുടെ ആത്മീയ യാത്രയിൽ നസറേത്തിൽ നടന്ന ഈ സംഭവം എപ്പോഴും മാതൃകയായിരിക്കണം. നന്മയെ ആദരിക്കുവാനും പ്രോത്സാഹിപ്പിക്കുവാനും പലപ്പോഴും നമുക്ക് കഴിയാറില്ല. മറ്റുള്ള പട്ടണങ്ങളൊക്കെയും യേശുവിനെ സ്വീകരിക്കുകയും അവിടെ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും യേശു പ്രവർത്തിക്കുകയും ചെയ്തുവെങ്കിലും നസ്രത്തുകാർക്ക് യേശുവിനെ സ്വീകരിക്കുവാൻ മനസ്സുണ്ടായില്ല. ഇന്നലത്തെ വിജയ് ഇന്നത്തെ ചോദ്യം, ജനിക്കുന്നതിന് ഏതാണ്ട് 200 കൊല്ലം മുൻപ് യെരുശലേം ദേവാലയത്തിൻ്റെ അടിസ്ഥാനം ഇടുമെന്ന് യെശയ്യാ പ്രവാചകൻ അരുളി ചെയ്ത രാജാവ് ആരാണ്? ഞാൻ ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. ജനിക്കുന്നതിന് ഏതാണ്ട് 200 കൊല്ലം മുൻപ് യെരുശലേം ദേവാലയത്തിൻ്റെ അടിസ്ഥാനം ഇടുമെന്ന് യെശയ്യാ പ്രവാചകൻ അരുളി ചെയ്ത രാജാവ് ആരാണ്? ഉത്തരം വേഗത്തിൽ അറിയിക്കുക. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങളുടെ ഉത്തരങ്ങൾ അയയ്ക്കുക.